ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ്റിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുള്ള ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ വേസ്റ്റിൻ്റെ പോർഷനൊന്ന് മെഷർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ വലിച്ചു പിടിച്ച ശേഷം നമുക്കൊന്ന് ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാം. ഇവിടെ 14 ഇഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പാൻറ്റിൻ്റെ സൈസ് 28 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ പോർഷൻ നോക്കണം. ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലെ മെഷർ ചെയ്ത് നോക്കണം. 9.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ ലെങ്ത് ഞാനിവിടെ മെഷർ ചെയ്യുന്നത് 22.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ലെങ്ത് നിങ്ങളുടെ നീളത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് വേസ്റ്റിൻ്റെ 4 ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർ ചെയ്തപ്പോൾ 28 കിട്ടിയത്. അതിൻ്റെ 4 ഭാഗം 7 ഇഞ്ചാണ്. കൂടെ ലൂസിന് വേണ്ടി 2 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോട്ടണിലാണ്. നമ്മൾ മെഷർമെൻറ്റ് എടുത്തത് ബനിയൻ ക്ലോത്തിലാണേ. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ട ഇലാസ്റ്റിക് കേസിങ്ങിന് വേണ്ടി കൊടുക്കാനാണ്. ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിനനുസരിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ചാണ് വേണ്ടത്. ക്രോച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇലാസ്റ്റിക് കേസിങ്ങിൻ്റെ പോർഷൻ വിട്ടിട്ട് താഴത്തേക്ക് എടുക്കണം കേട്ടോ. 9.5 ഇഞ്ചാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് സീം അലവൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ക്രോച്ചിൻ്റെ പോർഷനില്ലേ, ആ ഒരു ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കൊരു കർവ് കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കർവ് കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ടാണ് 1.5 ഇഞ്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ലെങ്താണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത് മെഷർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സീം അലവൻസ് ഉൾപ്പെടെ 24 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാൻറ്റിൻ്റെ ബോട്ടം പോർഷന് എത്രയാണോ വേണ്ടത് അതുകൂടി മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ സീം അലവൻസ് ഉൾപ്പെടെ 7 ഇഞ്ച് മെഷർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ പാറ്റേൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ക്ലോത്തിൽ വെച്ച് വേണേലും ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഞാൻ ഇനി എഴുതി കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗമാണ് ഫോൾഡഡ് സൈഡ് കേട്ടോ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു പാൻറ്റ് അടുത്ത വീഡിയോയിൽ കട്ട് ചെയ്യാം. താങ്ക്